1200 ആണ്ട് കൊല്ലവർഷം പുണർന്ന നക്ഷത്ര പൊതുഫലങ്ങൾ 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള പുണർന്ന നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ. മിഥുനം കൂറിലും കർക്കിടക കൂറിലുമായി നിൽക്കുന്ന നക്ഷത്രമാണ് പുണർദം. മിഥുനക്കൂറിൽ പുണർദ 1, 2, 3 പാദങ്ങളും കർക്കിടകക്കൂറിൽ പുണർദം 4-ാം പാദവുമാണ്. മിഥുനക്കൂറിൽ പുണർദം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 12-ലെ വ്യാഴമാണ്. വളരെ പ്രതികൂലമായ അവസ്ഥകളിലൂടെയായിരുന്നു പുണർദം നക്ഷത്രക്കാരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 മെയ് മാസത്തോടുകൂടി മാത്രമേ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെ 2025 മാർച്ച് മാസം 25 ശേഷം കണ്ടകശനിയും ആരംഭിക്കുന്നു. ഈ കണ്ടകശനി ആരംഭത്തോടുകൂടി മെയ് മാസം വരെയുള്ള സമയം ഏറെ ദുഷ്കരമാകും. പ്രാർത്ഥനകളും ഉപവാസങ്ങളും ശാസ്ത്ര മഹാവിഷ്ണു ക്ഷേത്ര ദർശനങ്ങളും ഏറെ പ്രയോജനകരമാണ്. പുണർദം നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ്ജീവനക്കാരെ നിയമിക്കും. സന്താന ഭാഗ്യമുണ്ടാകും. സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തും. അനാവശ്യമായ അശുഭ ചിന്തകൾ ഉപേക്ഷിക്കണം. പ്രത്യുപകാരം ചെയ്യുവാൻ അവസരമുണ്ടാകും. സ്വപ്നത്തിൽ കാണുവാനിടയായ കാര്യങ്ങൾ വർഷാന്ത്യത്തിൽ സഫലമാകും. പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയത്തിൽ മത്സരത്തിൽ വിജയിക്കും. അന്യരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കുന്നതിനാൽ ആത്മസംതൃപ്തിയുണ്ടാകും. പ്രശസ്തിയാർന്ന പ്രവർത്തനങ്ങൾക്ക് വിദ്യുജ്ജനങ്ങളുടെ പ്രശംസ വന്നുചേരും. സമ്പൂർണ്ണ അധികാരം ലഭിച്ചതിനാൽ ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തനക്ഷമമാകും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അനുകൂല പ്രതികരണമുണ്ടാകും. ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന വാക്കുകൾ, ചിന്തിക്കുന്ന ആശയങ്ങൾ തുടങ്ങിയവ മറ്റുള്ളവർക്ക് ഫലപ്രദമായി തീരുന്നതിനാൽ ആശ്ചര്യമനുഭവപ്പെടും. അറിവുള്ള വിഷയങ്ങൾ ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല. വ്യവസ്ഥകൾ പാലിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടിവരും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിട വരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാകും ഭാവിയിലേക്ക് നല്ലത്. ഔചിത്യമുള്ള സമീപന ശൈലിക്ക് അർഹമായ അംഗീകാരം അന്തിമ നിമിഷത്തിൽ അനുഭവയോഗ്യമാകും. ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പിലാക്കിയ മേലധികാരിയോട് ആദരവ് തോന്നും. പലപ്പോഴും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഉചിതമായ തീരുമാനം സ്വീകരിക്കുവാൻ സുഹൃത്ത് സഹായം തേടും. അഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ മനോവിഷമം തോന്നുമെങ്കിലും ഉദ്യോഗം ഉപേക്ഷിക്കരുത്. വ്യക്തിപ്രഭാവത്താലും സുതാര്യതയുള്ള സമീപനത്താലും ദുഷ്പ്രചാരണങ്ങൾ നിഷ്പ്രഭമാകും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്കുള്ള പുനരധിവാസത്തിന് അകാരണ തടസ്സങ്ങൾ അനുഭവപ്പെടും. പുരോഗതിയില്ലാത്ത ഗ്രഹത്തിൽ നിന്നും മാറി താമസിക്കും. നാഡീരക്തദൂഷ്യ ജന്യങ്ങളായ രോഗപീഠകൾക്ക് ആയുർവേദ ചികിത്സ വേണ്ടിവരും.